ജീവിതത്തിൽ ഏറ്റവും നല്ല മാർക്കറ്റിംഗ് നടക്കുന്നത് എപ്പോഴാണെന്നറിയാം? എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല മാർക്കറ്റിംഗ് നടക്കുന്നത് പ്രണയത്തിലാണ്. പ്രണയിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എവറി മാൻ ഹൂ ഈസ് ഇൻ ലവ് മേക്ക് ഷുവർ ദാറ്റ് ദി ലേഡി ഫീൽസ് ദാറ്റ് ഐ ആം ദി ബെസ്റ്റ് മാൻ ഇൻ ദിസ് വേൾഡ്. തിരിച്ചെന്താ സംഭവിക്കുന്നത്? പ്രണയത്തിലാകുന്ന സമയത്ത് ഓരോ സ്ത്രീ ഷീ മേക്ക് ഷുവർ ദാറ്റ് ദി മാൻ ഫീൽസ് ദാറ്റ് ഐ ആം ദി ബെസ്റ്റ് ലേഡി ഇൻ ദിസ് വേൾഡ്. എന്നെ പോലെ സ്മാർട്ടായ ക്യൂട്ടായ വേറൊരു സ്ത്രീ ലോകത്തില്ല എന്നുള്ളത് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് കല്യാണം കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കല്യാണം കഴിയുമ്പോൾ ഓരോ പുരുഷനും ഉണ്ടാകുന്ന ഒരു തോന്നലാണ്. കൗൺസിലിങ്ങിന് വരുമ്പോഴത്തേനും എനിക്ക് മിക്കവാറും കേസുകളിൽ നിന്ന് മനസ്സിലാക്കിയ സത്യമാണ്. ഓരോ പുരുഷനും തോന്നും, ഓ ലോകത്ത് എന്തോരം നല്ല സ്ത്രീകൾ ഉണ്ടായിരുന്നത്, എത്ര സ്മാർട്ട്, എനർജറ്റിക്, ബ്യൂട്ടിഫുൾ, ക്യൂട്ട്, വൈബ്രന്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നിട്ടും ഈ സാധനത്തിനെയാണല്ലോ ദൈവമേ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് എന്ന് പുരുഷൻ പ്രാകാൻ തുടങ്ങും. തിരിച്ച് സ്ത്രീ എന്താ ചെയ്യുന്നത്? സ്ത്രീകൾക്ക് കല്യാണം കഴിയുമ്പോൾ തോന്നും, ഓ എത്ര നല്ല ആണുങ്ങൾ ഈ ലോകത്തുണ്ടായിരുന്നത്. എന്നിട്ടും അവരെ ഒന്നും കാണാതെ ദൈവമേ നീ ഇവനെയാണല്ലോ എന്നെ കണ്ണിൽ കാണിച്ചു തന്നത്, ഇവനെയാണല്ലോ എൻ്റെ തലയിൽ കെട്ടിവെച്ചത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളൊക്കെ പ്രണയിച്ചിരുന്ന സമയത്ത് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഇതാണ് ലോകത്തിലെ ബെസ്റ്റ് മാൻ എന്ന്? തിരിച്ച് നിങ്ങൾ പുരുഷന്മാര് എന്താ പറഞ്ഞത്? ഈ സ്ത്രീയാണ് ഏറ്റവും നല്ല സ്ത്രീ എന്നല്ലേ? അവരുടെ കൂടെ തന്നെ ജീവിക്കണം എന്നല്ലേ? പിന്നെ എന്താ കല്യാണം കഴിഞ്ഞതിന് ശേഷം സംഭവിച്ചത്? ഞാൻ പറയട്ടെ, അവിടെ എവിടെയോ വച്ച് നിങ്ങൾ നിങ്ങളുടെ മാർക്കറ്റിംഗ് അവസാനിപ്പിച്ചു. കാരണം ആ സാധനം പൊസിഷനിലായി, ഇനി എന്തിനാ മാർക്കറ്റ് ചെയ്യുന്നത് എന്നൊരു തോന്നൽ, റൈറ്റ്? ഹണിമൂൺ എപ്പോഴാണ് അവസാനിക്കുന്നതെന്നറിയോ? എന്താണോ നിങ്ങൾ നിങ്ങളുടെ ഈ മാർക്കറ്റിംഗ് അവസാനിപ്പിക്കുന്നത് അന്ന് ഹണിമൂണിന്റെ കാര്യത്തിൽ തീരുമാനമായി. സോ നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ നമ്മുടെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കാറുള്ളത്. ജീവിതത്തിൽ നമ്മൾ വേറൊരു സാധാരണ നമ്മൾ ഡെയിലി യൂസിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന ഒരു സാധനത്തിൻ്റെ സെലക്ഷൻ പ്രോസസ്സിന് എടുക്കുന്ന സമയം പോലും നമ്മൾ ജീവിതത്തിൽ ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത്രയും സമയം നമ്മൾ മെനക്കെടാറില്ല, അത്രയും കാര്യങ്ങൾ നമ്മൾ ആലോചിക്കാറില്ല. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ ഇടയ്ക്ക് 2 ദിവസം മുമ്പ് ടെക്നോ പാർക്കിൽ നടന്ന ഇഷ്യൂ, ദ സോസൈറ്റി ടെക്കീസ്, ഹൈഫൈ ലൈഫ് സ്റ്റൈൽ എല്ലാം ഉണ്ട് ജീവിതത്തിൽ, കുടുംബം, ഭർത്താവ്, കുട്ടി. എന്നിട്ടും എന്താ സംഭവിച്ചത്? ഒരു പ്രണയത്തിന് വേണ്ടി സ്വന്തം മകളെ കൊലപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ വരെ കാര്യങ്ങൾ പോയി. അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ടെക്കീസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാവരുടെ ലൈഫിലും എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ജീവിതത്തിൽ പുതിയ സാധനങ്ങൾ വരുമ്പോഴത്തേനും പഴയതിനെ മറക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്, ഇല്ല? ഇപ്പോഴത്തെ ഫോണൊക്കെ വാങ്ങിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് നോക്കിയാൽ, ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ സമയത്ത് എന്തോരം ആലോചിക്കും, നമ്മൾ ഫ്രണ്ട്സിനോട് വിളിച്ച് ചോദിക്കും, ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ഇടും, പിന്നെ എന്താണ് ഗൂഗിളിൽ കയറിയിട്ട് സെർച്ച് ചെയ്യും അതിൻ്റെ എന്തൊക്കെയാണ് അത് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ, നല്ലതാണോ, എത്ര വർഷം ഗ്യാരണ്ടി ഉണ്ട്, എങ്ങനെയാണ് ആ പ്രോഡക്റ്റ് എൻ്റെ കയ്യിലിരിക്കുമ്പോൾ എത്ര നല്ലതായിരിക്കും, എനിക്കത് ഹാൻഡി ആണോ, ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ ആലോചിക്കും, അല്ലേ? കയ്യിലുള്ള ഈ സാധനം കൊണ്ട് നടക്കാൻ ഈ സാധനം 50,000 രൂപയ്ക്ക് കൂടി ഒരു 1,00,000 രൂപയ്ക്ക് വാങ്ങണ ഈ സാധനത്തിന്. എന്നിട്ട് എന്താ ചെയ്യാം? കൂടി പോയ 1 വർഷം, അതല്ലാന്നുണ്ടെങ്കിൽ 2 വർഷം, ബൈ. പുതിയത് കാണുമ്പോൾ പുതിയത് വാങ്ങണം, നേരെ ഇതിനായിട്ട് വലടും വലിച്ചു കയറി പുതിയത്. പക്ഷെ ജീവിതത്തിലെ റിലേഷൻഷിപ്സിലെ ഇങ്ങനെ ആയിക്കഴിഞ്ഞ കാര്യം ശരിയാവുമോ? പക്ഷേ ഈ പറയുന്ന നമ്മുടെ ഈ ജനറേഷൻ എനിക്ക് തോന്നുന്നു ഒരു ടെക്നോളജി എനേബിൾഡ് സാധനത്തിനെ വാങ്ങി എങ്ങനെയാണോ ഈസി ആയിട്ട് വലിച്ചെറിയുന്നത് അതേ തോട്ട് പ്രോസസ്സ് തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിലും എടുക്കുന്നത്. അവിടെയാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്. ഈ റീസെന്റ് സംഭവിച്ച കാര്യവും അങ്ങനെ തന്നെയാണ്. ജസ്റ്റ് ഇമാജിൻ ദി സിറ്റുവേഷൻ. സ്വന്തം കുട്ടി, അമ്മയാണെന്ന് ചെയ്തത്. റിമെമ്പർ വൺ തിങ്, ഈ ലോകത്ത് ജനിക്കുന്ന ഓരോ കുഞ്ഞും ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ബോഡി പ്രഷറിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ആൻഡ് you have no right in this world to abandon that child, right? ആ ചൈൽഡിനെ അബാൻഡൻ ചെയ്യാനുള്ള, അതിനെ കളയാനുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ജീവിതം അവസാനിപ്പിക്കാനുള്ള എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. Please remember that you don't have the right to do that because it is an after effect of your body pleasure. You have to give comfort to that child. ലോകത്തിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും ജീവിതത്തിൽ ഓരോ പ്രവൃത്തികൾ ഏർപ്പെടുമ്പോഴും കുറച്ചും കൂടി ലൈഫിനെ പ്രാക്ടിക്കലായി കാണാൻ ശ്രമിക്കും. കുറച്ചും കൂടി കൃത്യമായി പറഞ്ഞാൽ റിയലിസ്റ്റിക് ആയി കാണാൻ ശ്രമിക്കും. നമ്മൾ ജീവിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളോടൊപ്പമുള്ളവരുടെ ജീവിതം എടുക്കാനുള്ള അവകാശം നമുക്കില്ല എന്ന സത്യവും മനസ്സിലാക്കേണ്ടിയിരിക്കും. ജീവിതത്തിനെ കുറച്ചും കൂടി പ്രായോഗികമായി കാണാൻ ശ്രമിക്കാം. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഓൾവേസ് റിമെമ്പർ,
we are born to win.